അപ്പം നമ്മൾ കണ്ണൂരുള്ള സിനിപോളിസിൽ സൂട്ടോപ്പിയ 2 കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഒരു 3D മൂവിയാണ്. ഇതാണ് സ്ക്രീൻ 4. ഇവിടെയാണ് ഉള്ളത്. ഞാൻ ഇവിടുന്ന് ടൈസറ കണ്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടായിരുന്നു തിയേറ്റർ. ഈ സ്ക്രീനിൽ നല്ല കണ്ട സ്ക്രീൻ എങ്ങനെയുണ്ടെന്ന് അറിയില്ല, കയറി നോക്കണം. ചെറിയ തിയേറ്ററുകളാണ് ഇതിനകത്ത്, പക്ഷെ ഒരു സ്റ്റേഡിയം ലൈക്ക് സീറ്റിംഗ് ആയിരുന്നു ഇതിന് മുമ്പ് കയറിയപ്പോൾ ഉള്ളത്. കണ്ടോ, അത്രയേ ഉള്ളൂ. ഓഡി4ലാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. 3D മൂവിയാണ്. എന്താ സ്ഥിതി എന്ന് അറിയാം. ഇത് പിന്നെ 2K പ്രൊജക്ഷനും 2K ലേസർ പ്രൊജക്ഷനാണ്. അത് കാരണം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഡൈസറ കണ്ടപ്പം നല്ല ക്ലിയർ ആയിട്ടൊക്കെ തോന്നിയായിരുന്നു. നല്ല പിക്ചർ ക്വാളിറ്റിയും സൗണ്ടൊക്കെ അത്യാവശ്യം അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കണ്ണൂർ എനിക്ക് വേറെയുള്ള തിയേറ്ററിലൊന്നും അത്രയ്ക്ക് സെറ്റപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. ഇവിടെ കുറേ സ്ക്രീനുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ തന്നെ 5 സ്ക്രീനുണ്ട്. 1 2 3 4 5. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ എല്ലാ സ്ക്രീൻസിലും ഇങ്ങനെ നല്ല സ്ലോപ്പുള്ള സീറ്റിംഗ് ആണുള്ളത്. റിയൽ ഡി 3D എന്ന് എഴുതിയ ഒരു 3D ഗ്ലാസ്സാണ് തന്നത്. ഇങ്ങനെ ഒരു പാക്കേജിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഇത് ഡോൾബി 7.1 ഉള്ള ഒരു തിയേറ്ററാണ്. ഞാൻ ചില ഡോൾബി 7.1 ഉള്ള തിയേറ്ററിൽ പോകുമ്പം ഫസ്റ്റ് അവരുടെ ഒരു ട്രെയിലർ പോലെ ഇടൂലേ, ഈ ഓൾ അറൗണ്ട് യു എന്നൊക്കെ പറയുന്നത്. ആ സാധനം ഇടുമ്പോൾ തന്നെ ചില തിയേറ്റേഴ്സിൽ ഈ ഓൾ കഴിഞ്ഞിട്ട് അറൗണ്ട് കേൾക്കില്ല, അവസാനം യുവും കേൾക്കും. അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഈ സൗണ്ട് കോൺഫിഗർ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോൾബീൻ്റെ തന്നെ സ്പീക്കേഴ്സാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ ഹാളിൻ്റെ ഉള്ളിലുള്ള ലൈറ്റിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സാധാരണ തിയേറ്ററിലൊക്കെ വലിയൊരു ലൈറ്റ് മുകളിലുണ്ടാവും. അതിന് പകരം ഇതുണ്ടോ, വലിയ ബ്രൈറ്റ് ഇല്ലാത്ത ആംബിയൻ ലൈറ്റ് പോലത്തെ സംഭവമാണ് സൈഡിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആൾക്കാർ കയറി വരുമ്പോൾ നമുക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് നമ്മുടെ മുഖത്തിട്ട് അടിക്കുകയില്ല. ഞാൻ അത്യാവശ്യം അനിമേഷൻ മൂവീസൊക്കെ കാണുന്ന ഒരാളാണ്. എനിക്ക് സൂട്ടോപ്പിയ ഫസ്റ്റ് ഇഷ്ടപ്പെട്ടായിരുന്നു. ഈ ഒരു പടം ഞാൻ സൂട്ടോപ്പിയ ഫസ്റ്റ് കണ്ടപ്പം അതിനകത്ത് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിൽ ആ 2 ക്യാരക്ടേഴ്സ് തന്നെയാണ്. ആ ചെറിയ മുയലും ആ ഒരു കുറുക്കനും. ഇതിൽ മെയിനായിട്ട് പണ്ട് കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു എക്സ്പ്രഷൻ. ഇപ്പോൾ ആ മുയലിൻ്റെ ആണെങ്കിൽ പേടിക്കുമ്പോൾ ഈ ചെവി ഇങ്ങനെ താഴുന്നതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ശരിക്കും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സൂട്ടോപ്പിയ എന്ന് പറയുമ്പോൾ ആർക്ക് വേണമെങ്കിലും എന്തും ചെയ്യാം, ആർക്ക് വേണമെങ്കിലും എന്തും ആവാം, അങ്ങനെയുള്ളൊരു സ്ഥലം അത് ബിൽഡ് ചെയ്തിട്ട് അവിടെ പോയി ചെറിയ മുയൽ ഒരു പോലീസുകാരിയാവുന്നത്, അതായിരുന്നു കഥ. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിരുന്നു ഇത്. അപ്പോൾ അതിലുള്ള ക്യാരക്ടേഴ്സിന് ഇഷ്ടപ്പെടുന്ന, ഇപ്പം നിങ്ങൾക്ക് ഫ്ലാഷ് അല്ലെങ്കിൽ ഇപ്പം ഈ നിക്ക്, ഫോക്സ്, മുയൽ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു പടവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്യാവശ്യം നല്ല കോമഡികളും ഉണ്ട്, നല്ല ആക്ഷൻ സീൻസ് ഉണ്ട്, അങ്ങനെ കുറേ സംഭവമായിട്ട് കളർഫുള്ളായിട്ടുള്ളൊരു മൂവിയാണ്. അപ്പോൾ സൂട്ടോപ്പിയ ഫസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ പടം ഇഷ്ടപ്പെടും.